പ്ലീസ് ദയവ് ചെയ്ത് ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അവൻ വീട്ടിൽ എങ്ങനെയാ പെരുമാറുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൻ സ്കൂളിൽ ഒട്ടും നോർമൽ അല്ല. ഭയങ്കര സൈലന്റാ. ഒരാളോട് പോലും അവൻ സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ആരും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് ആരോടോ സംസാരിക്കുന്ന കാണാം. ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികൾക്ക് അവനെ കാണുന്നതിന്റെ പേടിയാ. മാഡം, നിങ്ങൾ എന്തായി പറയുന്നത്? എന്റെ മോന് ഭ്രാന്താണെന്ന്? സർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാലും ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞതാ. സത്യം പറഞ്ഞ അവനെ കാണുമ്പോൾ ഞങ്ങൾക്ക് പോലും പേടി തോന്നുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്ക് സർ. ഞാൻ മാത്രമേ ഉള്ളൂ.
മച്ചാനെ നിന്റെ റൈറ്റ് സൈഡിൽ ഒരുത്തം വരുന്നുണ്ടല്ലേ, തീർക്കവനെ. ബൈ ബൈ. The mobile number you have dialed is currently busy. Please try again later. நீங்கள் அழைத்த மொபைல் எண் എന്ത് പറ്റിയടാ, കോള് കട്ട് ചെയ്താ? എപ്പം നോക്കിയാലും വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നവനെ കട്ട് ചെയ്യാണ്ട് എന്ത് ചെയ്യാനാ? ഒരുത്തിനൊരു ഉത്തരവാദിത്വമില്ല. തോന്നിയ ദിവസം പോലെ ഓരോന്ന് ചെയ്ത് കൂട്ടുകയും ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു വരും. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്താലേ? തിന്നാൻ വേണ്ടി മാത്രം കിട്ടിയിരിക്കും മുന്നേക്ക. நான் வந்து நின்னு பார்க்க கூடாதா? நீ ஏன் பாக்குறே? ஏன் பாக்குறே? அவன் யாருன்னு கேக்குறான். தாயாருன்னு சொல்றதுக்கு எவ்வளவு வெக்கமா இருக்கு தெரியுமா எனக்கு? என்ன தாயாருன்னு சொல்ல வெக்கமா இருக்கு? எப்படி சொல்றது உன்ன தாயாருன்னு? பெரிய படுதாவை சுத்திக்கிட்டு வந்து நிக்கிற, எப்படி சொல்ற தாயாருன்னு? அட்லீஸ்ட் ஒரு கவுனாவை தச்சு போட்டுட்டு வரியா? എടീ സുന്ദർ അവിടെ പോയി? நானா கவுன் സുന്ദർ അരുണിന്റെ വീട്ടിൽ പോകുന്നെന്നാ പറഞ്ഞത്. நீங்களா கவுன் போடணும், வேற யார் போடுவான்னு நினைச்சுக்கிட்டு இருக்கே? யாராவது வந்து கேட்டா மோகன் மேல தூங்குறான், மோகன் படி ഇതൊരു കഷ്ടമാ നോക്കണം. മര്യാദക്ക് ഇരുന്ന് ഗെയിം കളിക്കാനും സമ്മതിക്കില്ല. പോയേ அப்படின்னு சொல்லு. എടാ, നിന്റെ തുരു വരാന്നുള്ള കോള് കണ്ടപ്പോൾ ഞാൻ വെച്ച് എല്ലാവരും വന്നു. എന്നിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ കാണുന്നില്ല. എല്ലാവരും ഇവിടെ എത്താറായടാ. ഓ, അതിന് ഇങ്ങനെ വിളിക്കുന്നു. നീ ഇവിടെ ഇരിക്കേ. பிரான்ஸ்ல ஒரு கிளப்ல അരുണും അവന്റെ ഭാര്യയും കൂടി നാട്ടിലേക്ക് എങ്ങാനും പോയോ? நாட்கள் தேவையில்லை. അവരേതോ കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. 2 ദിവസം എടുക്കും വരാൻ. இருக்கிறாரு அவர் பொண்ணு சந்திரான்னு ஒரு பொண்ணு இருக்கிறா. അളിയാ, കാലത്ത് മുതൽ ഭയങ്കര തലവേദന. ആണോ? ഗുളികയും കഴിച്ചു നോക്കി, വിക്സും തേച്ചു നോക്കി, ആ. എന്നിട്ട് അങ്ങോട്ട് മാറുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഡീഹൈഡ്രേഷൻ കാരണമായിരിക്കും. നീ നന്നായി വെള്ളം കുടിക്കുക, ശരിയാവും. അതൊന്നും നോക്കാം. എന്നാ പിന്നെ നമുക്കൊരു ജ്യൂസ് ഓർഡർ ചെയ്താലേ? നീ ഒന്ന് സമാധാനിക്കണം, എല്ലാവരും ഒന്ന് വരട്ടെ. തിരക്കുടിക്കോട്ടെ പറയാച്ചാ. നീ ഇത് എവിടെയാ മോനെ? ഞാനിവിടെ ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെ ഇടുന്നേ. കാലത്ത് 3 മണിക്ക് നമുക്ക് പോകാനുള്ളതാ. നീ വേഗം വരണം കേട്ടല്ലോ. ശരി, ഓക്കെ, വന്നേക്കാം. ആ വെക്കട്ടെ അവൻ മോനെ. ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നില്ലേ? എന്താ കാര്യം? ആരാ വിളിച്ചേ? വേറെ ആരാ? അച്ഛനെ വിളിച്ചേ. നാളെ കാലത്തെ ഒരു കല്യാണ പരിപാടി. ശരി, കാലത്തിന് അവിടേക്ക് പോണ്ടി വരും, അതിന് വിളിച്ചതാ. നാളെ എല്ലാവർക്കും കല്യാണ പരിപാടിയാണോ? എന്റെ വൈഫിനും റിലേറ്റീവ്സിനും കല്യാണ പരിപാടിയാണെന്ന് പറഞ്ഞു. കേസ് ഹിയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ മാത്രമായിട്ട് ഞാൻ വിട്ടു. ഇനി തിരിച്ചൊരു 2 ദിവസം എടുക്കും. എന്നാലും എങ്ങനെ സാധിക്കുന്നടാ? വൈഫ് പോയി 10 സെക്കൻഡിനുള്ളിൽ വെള്ളം അടിക്കാനുള്ള മൈൻഡ് സെറ്റാ. വെള്ളം അടിച്ചിട്ട് 1 മാസമായടാ. എപ്പോഴും അവസരം കിട്ടൂല. 2 ദിവസത്തിന് ഫുൾ അടി മാത്രം. പക്ഷേ ഞാൻ ഇന്ന് അടിക്കുന്നില്ല. നിനക്കെന്താ പറ്റിയേ? അതന്നെ, നാളെ കാലത്ത് കല്യാണത്തിന് പോണ്ടേ? കാറ് ഞാൻ ഓടിക്കേണ്ടി വരും. അടിച്ചാൽ എങ്ങനെ ഓടിക്കുക? പോലീസ് ഓടിക്കില്ലേ? ഞാൻ അതുകൊണ്ട് അടിക്കുന്നില്ല. 2 അടിച്ചു എന്ന് വെച്ച് കാലത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നീ അടിക്കുന്നേ. അങ്ങനെ പ്രവീൺ മച്ചാൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താ പ്ലാൻ? ളിയാ എവിടെയാ വെള്ളം അടിക്കാൻ പോകുന്നത്? എന്റെ വീട്ടിലാടാ. നിന്റെ വീട്ടിലാ? വാങ്ങിച്ചോ അതോ ഇനി വാങ്ങാൻ പോകുന്നുള്ളൂ? ബീവറേജ് തുറന്നപ്പോ തന്നെ പോയി വാങ്ങി. എന്നാ ഒരു കള്ളുടിയനാണ്. തുറക്കുന്നതിന് മുമ്പേ അവിടെ ക്യൂ നിന്ന് അത് തുറപ്പിച്ച് വാങ്ങിച്ചല്ലേ? ടോക്കൺ നമ്പർ 1 പൊളി. ഓഫീസിലെ പ്രഷർ ഒരു രക്ഷയില്ല. കാലത്ത് മുതൽ ഓരോന്നായിട്ട് പണിയോട് പണിയാ. ഇന്ന് വെള്ളം അടിച്ച് കുന്തം മറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. ആ അരുണ, എന്താടാ? എടാ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, എന്തോ ലാൻഡിന്റെ കാര്യത്തിന് നിന്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ എന്തോ വാങ്ങണമെന്ന് പറഞ്ഞു. മറക്കരുത് നീ. ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കാന്നാ പറഞ്ഞു. ഇന്നൊന്നും നടക്കില്ലടാ. വേറൊരു ദിവസം സംസാരിക്കാം. എടാ, ഇപ്പൊ കള്ളു കുടിക്കുന്നതാണോ പ്രധാനം? എന്റെ അച്ഛന്റെ കാര്യമാണോ ഒരു പ്രധാനം? സംശയമില്ല, കള്ളൂടി തന്നെ. എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് നിന്റെ.
എടാ അതെ എല്ലാവർക്കും ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്താൽ പോരെ? അളിയാ എനിക്കൊരു ഓറഞ്ച് മതിയേ. ഒരു ആവശ്യമില്ല, ലെമൺ ജ്യൂസ് മതി. ഓക്കെ സർ, വേറെ എന്തെങ്കിലും? പിന്നെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഞാൻ പാർസൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ സമയം കളയരുത്, ഒന്ന് പെട്ടെന്ന് എടുത്തോളൂ. പോയിട്ട് കുറച്ച് അത്യാവശ്യമുള്ളതാ. എനിക്കൊട്ടും വയ്യടാ, ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയി തകർക്ക്, ഞാൻ നാളെ എത്തിയേക്കാം. എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞു. എടാ ഗുണ്ടുമണി, ഇത്ര ലേറ്റ് ആയി? പറയണ്ട വെച്ചാനെ, ഒടുക്കത്തെ ട്രാഫിക്. ടേബിളിന് നല്ല തണുപ്പല്ലേ? അരുണേ, വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോടാ? പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതെന്താ ഇൻസുലിൻ ബോട്ടിലാ? ഇൻസുലിൻ ബോട്ടിൽ തന്നെയാ, പക്ഷെ അതുള്ള ഡ്രഗിന്റെ. ടേബിളിന് നല്ല തണുപ്പല്ലേ? അരുണേ, വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോടാ? പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതെന്താ ഇൻസുലിൻ ബോട്ടിലാ? ഇൻസുലിൻ ബോട്ടിൽ തന്നെയാ, പക്ഷെ അതുള്ള ഡ്രഗിന്റെ. ഡാ, ഈ ചെയ്ത് തന്നെ പിന്നെയും പിന്നെയും ചെയ്തോണ്ടിരിക്കുന്നതിനാ? ഞാനെന്താ ഇത്? അല്ല, നീ ഇപ്പോ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വീണ്ടും അകത്തേക്ക് വെച്ചില്ലേ? പിന്നെയും പുറത്തേക്ക് എടുത്ത് പിന്നെ അകത്തേക്ക് വെച്ചെന്തിനാ? ഈ ചെയ്ത കാര്യം തന്നെ പിന്നെയും 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 ചെയ്തോണ്ടിരിക്കുന്നത് എന്തിനാ? അത് വേറൊന്നുമല്ലടാ, കണ്ണിൽ കാണുന്നത് ബ്രെയിനിലേക്ക് റീച്ച് ആവാൻ ദാറ്റ്സ് എ ടൈം ഡിഫറൻസ്. 80 മില്ലി സെക്കൻഡ്സ് ടൈം ഡിഫറൻസ് ഉണ്ട്. ഐ ബ്ലിങ്ക് ആവുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ. എടാ എടാ അത് ചിലപ്പോൾ ഒരു ഇൻഡ്യൂഷൻ തോന്നിയതായിരിക്കും. നീ ഇത്രയ്ക്ക് സയന്റിഫിക്കലായിട്ടൊന്നും പറയില്ല. അത് ഇതായിട്ട് എന്താ ബന്ധം? ഇനി നിന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം. ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും ഒരേ സമയം ബ്രെയിനിലേക്ക് സിഗ്നൽ അയക്കും. ഇത് നോർമൽ പ്രോസസ്. സംടൈംസ് ലെഫ്റ്റ് ഐ റൈറ്റ് ഐയേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യും. നീ കണ്ട വിഷ്വൽസ് പെട്ടെന്ന് തന്നെ ബ്രെയിനിൽ രജിസ്റ്റർ ആവുകയും ചെയ്യും. എഗെയിൻ റൈറ്റ് ഐ അതേ സിഗ്നൽ അയക്കുമ്പോൾ നീ കണ്ട കാര്യങ്ങൾ വീണ്ടും കണ്ടതായിട്ട് തോന്നും. എന്റെ ദൈവമേ, എന്തൊരു വെറുപ്പിക്കലാടാ, കഷ്ടം. എടാ ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റാ. ടൈമിങ് മാത്രം കുറച്ച് മാറ്റി പറഞ്ഞിട്ടുണ്ടാവും. എടാ മതിരാ, നിർത്തടാ, പോവാടാ. എങ്ങനെ പോവാനടാ? നല്ല ഇടി മുഴങ്ങുന്നുണ്ട്. മഴയാണ് ഇപ്പൊ പെയ്യുമെന്നാ തോന്നുന്നത്. നമുക്ക് ബൈക്ക് ഇവിടെ നിർത്താം. എല്ലാവരും ഇവിടെ വെച്ചിട്ടേ നമുക്ക് ഒരുമിച്ച് കാറിൽ പോയാൽ പോരെ? എന്നിട്ട് രാവിലെ തിരിച്ചു കൂടെ വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് പോവാം. തീർക്കാൻ വന്നവനെ തീർക്കണം. ഇതിലെന്താ എഴുതിയേക്കണമെന്ന് നോക്കി പറഞ്ഞു. ആക്രമിക്കാൻ വന്നവനെ തിരിച്ചാക്രമിക്കാം എന്ന് പറഞ്ഞാ നിന്നെ തല്ലാൻ വരുന്നവനെ തിരിച്ചടിക്കാം. എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലടാ. എനിക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. ഡാ, ഞാനും ആകെപ്പാടെ മൂടൗട്ടാ. നമുക്ക് നാളെ അടിച്ച പോരാ? എടാ അവൻ വന്നപ്പോ മുതൽ വെറുതെ ഷോ അടിച്ചിരിക്കുക. അവൻ പൊക്കോട്ടെ, നീ വന്നേ. കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോ ഡാ, ഒന്ന് നിർത്തടാ. ചുമ്മാ എടാ കുറച്ചു നേരം നിനക്കൊന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ? പാട്ട് പാടി മനുഷ്യനെ ഇരുത്തി അങ്ങ് വെറുപ്പിക്കുക. ഇതാരണേ, നീ ഒരു പാട്ട് വെക്കടാ. വേഗം പാറയുമ്പോ ചേർത്തിട്ട് വരയ്ക്കുന്ന പോലത്തെ ശബ്ദം മനുഷ്യനെ. എടാ നിങ്ങളൊന്ന് ക്ഷമിക്ക്, വീടെത്താറായിന്നേ. അവിടെ പോയിട്ട് പാട്ട് വെക്കാം. അവിടെ വരെ പാട്ടിട്ടോടെ അത്രയും നേരം സഹിക്കണ്ടല്ലോ. പിന്നെ പുറത്തിറക്കിയിട്ട് പട്ടീനെ കൊണ്ട് മൂത്ത് കടിപ്പിക്കണം. ഇവരൊന്നും വെള്ളം അടിക്കുന്നില്ല, പിന്നെ ഇത്ര ഓവറായിട്ട് സന്തോഷം കാണിക്കേണ്ട കാര്യം എന്താ? നമ്മളല്ലേ കുടിക്കുന്നുള്ളൂ. എന്താ ഇവനെ അടിച്ചില്ലെന്നോ? ഡാ, നീ അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കിടന്നോണ്ട് തൊള്ളയിട്ട് കീറുന്നേ? നിങ്ങക്ക് കമ്പനി തരാൻ വേണ്ടി ഞാൻ വരുന്നത്. എന്നാ പിന്നെ മിണ്ടാതെ വാടാ. നാളെ എന്തോ കല്യാണത്തിന് പോകുന്നോണ്ടേ വെള്ളം അടിക്കാൻ പറ്റില്ലാന്ന്. അതുകൊണ്ടാ ഇവൻ എന്ത് കോപ്പിനാ വരുന്നെന്ന് ചോദിച്ചേ. ഇവിടെ ഞാൻ ഇറക്കി വിടും, പോട്ടെ അവൻ. എടാ നിന്റെ വീടെത്താറേ, മനുഷ്യനെ വെറുപ്പിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോയെ. ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ചോട്ടെ. ഇപ്പൊ നീ മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളണം? നിങ്ങൾ വണ്ടി എടുത്ത് ഞാൻ പോയാ പോരെ? ആ ഒന്ന് ഇറങ്ങ്. ഇറങ്ങാ. ആ ഇറങ്ങിപ്പോ. ഇനി അങ്ങോട്ടൊന്നും വന്നേക്കല്ലേ കേട്ടോ. സന്തോഷായിട്ടിരിക്കും. കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടും
ഡാ, ഒന്ന് നിർത്തടാ. ചുമ്മാ എടാ കുറച്ചു നേരം നിനക്കൊന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ? പാട്ട് പാടി മനുഷ്യനെ ഇരുത്തി അങ്ങ് വെറുപ്പിക്കുക. ഡാരണേ, നീ ഒരു പാട്ട് വെക്കടാ. അതേക്കിട് ആറേന്ന് ചേർത്തിട്ട് ഒരുക്കുന്ന പോലത്തെ ശബ്ദം. എടാ, നിങ്ങളൊന്ന് ക്ഷമിക്കേ. വീട് എത്താറായിരുന്നേ. അവിടെ പോയിട്ട് പാട്ട് വെക്കാം. അവിടെ വരെ പാട്ടിട്ടോടെ അത്രയും നേരം സഹിക്കണ്ടല്ലോ. ഇതെന്താ ഇത്? പട്ടീനെ കൊണ്ട് ഇത് മൂത്ത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊക്കെയാ നടക്കുന്നത്? ഇവനൊന്നും കള്ളുടിക്കുന്നില്ല, പിന്നെ ഇത്ര സന്തോഷം എന്തിനാ? നമ്മളല്ലേ കുടിക്കുന്നത്. എന്താ ഇവനെ അടിച്ചില്ലെന്നോ? ഡാ, നീ അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കിടന്നോണ്ട് തൊള്ളയിട്ട് കീറുന്നേ? നിങ്ങൾക്ക് കമ്പനി തരാൻ വേണ്ടി ഞാൻ വരുന്നത്. എന്നാ പിന്നെ മിണ്ടാതെ വാടാ. നാളെ എന്തോ കല്യാണത്തിന് പോകുന്നോണ്ടേ വെള്ളം ഒടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഇവൻ എന്ത് കോപ്പിനാ വരുന്നെന്ന് ചോദിച്ചേ. ഇവിടെ ഞാൻ ഇറക്കി വിടും, പോട്ടെ അവൻ. അതിന്റെ വീടെത്തറേ മനുഷ്യനെ വെറുപ്പിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോയെ. അപ്പോ സുന്ദരപ്പ ഇറങ്ങുമായിരിക്കുമല്ലേ? മര്യാദയ്ക്ക് ഇറങ്ങുന്നുണ്ടോ? കളയടാ. പിടിച്ച് വിളിത്തോ? എന്താ സംഭവിക്കാൻ നോക്കണം. നിങ്ങൾ വണ്ടി എടുത്ത് ഞാൻ പോയാ പോരെ. ഒന്ന് ഇറങ്ങ്. ഇപ്പൊ വീട്ടിൽ പോയ ബോറടിക്കില്ലേ? നീ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ഭ്രാന്ത് തരും. അല്ല ഞാൻ വന്നാ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങളായിട്ട് ഇറക്കി വിടും. ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ കൂടെ വരും. നീ വേണമെങ്കിൽ വീട്ടിൽ പോകും, ഞാൻ ഇറങ്ങും. കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോ ഇവൻ ഇറങ്ങിയില്ലല്ലോ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. എന്തോ നടക്കാൻ പോവാന്നാ തോന്നുന്നത്. എടാ പണിയൊന്ന് വാതിലോർക്കണം. നിങ്ങൾ എന്ത് നോക്കിയേക്ക? മഴ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. മഴയെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരുമാതിരി വാഷ് ചെയ്ത പോലത്തെ അവസ്ഥയാണ്. അതിനിപ്പോ എന്താ അങ്ങനെയെങ്കിലും കഴിവ് വൃത്തിയാവട്ടെ എന്ന് എടാ, വീടിന്റെ ചാവി എവിടെയാടാ? ചെല്ലട അവിടെ ഇരിക്കുന്നുണ്ട്. എടാ ഇവിടെ ഉണ്ടായിരുന്ന കസേരയും സോഫയൊക്കെ അവിടെ പോയി. വെള്ളം അടിക്കാൻ വേണ്ടി അതൊക്കെ എടുത്ത് വിറ്റാ നീ. ഒരു സാധനം കാണുന്നില്ല. എടാ അരണേ, ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കടാ. നിക്ക് ഞാൻ വെക്കാം. നീ അതിലുള്ള സാധനങ്ങളെല്ലാം പൊട്ടിച്ചോളാം. ആദ്യം വീട്ടിൽ വന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം താടാ. ആ ടി വി ഒന്ന് വെച്ചറാ. നമുക്ക് ഇവിടെ ഇരുന്ന് സെറ്റ് ആക്കാം അല്ലേ? ആദ്യം എന്തെങ്കിലും കഴിക്കാനെടുത്തേ. ഇതെന്താടാ ഇതിനകത്ത് ബിയറിന്റെ ഗോഡൗണോ? എന്റെ സാധനം ഉണ്ടല്ലോ അല്ലേ? അകത്തുണ്ട്, നീ പേടിക്കല്ലേ. അകത്ത് പോ. എല്ലാവരും കുടിച്ച് ലിവർ അടിച്ചു പോട്ടെ. നാളെ നീ കല്യാണത്തിന് പോകുന്നതിന്റെ പേര് നീ അടിക്കാതിരുന്നാ മതി. ഞാൻ തന്നെ അടിക്കാതിരിക്കുന്നത്. ഇതാ വെള്ളം. മഹേന്ദ്ര, ആ ചിപ്സ് എടുത്ത് വെച്ചടാ. എന്നാടാ തിന്ന് തൊലയ്ക്ക്. നിന്റെ പെണ്ണുകാണലും കാര്യങ്ങളൊക്കെ കുറെ നടക്കുന്നുണ്ടല്ലോ. എപ്പോഴാ കല്യാണം? 5 വർഷമായിട്ട് പെണ്ണുകാണൽ നടക്കുന്നുണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് എങ്ങനെ നിന്റെ കല്യാണം നടക്കുമോ? ഇവന്റെ കല്യാണോ? നടക്കുകയില്ല. എനിക്ക് മുന്നേ തന്നെ പെണ്ണ് കാണാൻ തുടങ്ങിയവനാ. ഇപ്പൊ എന്റെ മോൻ സ്കൂളിൽ പോകാറായി. ഇവനൊന്നും ഒരു കാലത്തും പെണ്ണിടാൻ പോണില്ല. എടാ അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ അവന് വിഷമാവില്ലേ? കുറച്ച് ലേറ്റ് ആയാലും നല്ലൊരു പെണ്ണിനെ അവന് കിട്ടും. ലേറ്റ് ആണാലും ലേറ്റസ്റ്റ് ആവുമെന്നല്ലേ പറയാറ്. വരും വരും ഒന്ന് തന്നെ. നീ നോക്കിയിരുന്നോ? നീ ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിയേ. എന്റെ കല്യാണം ലേറ്റ് ആയിട്ടല്ല നടന്നത്. എന്നിട്ട് ഇപ്പൊ നല്ല തങ്കപ്പെട്ട പെണ്ണിനെ കിട്ടിയില്ലേ? അതുപോലെ സമയം വർത്താനം ഒന്നും പറയണ്ട. നിനക്ക് ദിവസം അടിയിടണം. നാട്ടിൽ മുഴുവൻ പാട്ടാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ കല്യാണം കഴിക്കാൻ പോണ്ട. നിങ്ങളൊക്കെ പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ അവനെന്താ പെണ്ണ് കിട്ടാതെ മാനസമേന പാടിയാണ്. പിന്നെ ഭയങ്കര സുഖല്ലേ. ഒന്ന് വെള്ളം അടിക്കണമെങ്കിൽ തന്നെ പെണ്ണുമ്പിള്ളയുടെ കയ്യിലും കാലിലും വീണ എന്റെ പൊന്നോ. നീ പെണ്ണൊന്നും കേട്ടണ്ടാ. എടാ നീ പ്രാന്തനൊന്നും പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്നൊരു പെങ്കുച്ചനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ നോക്ക്. എപ്പോഴും എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ എങ്ങനെ നടക്കാനാ? ആദ്യം എന്നെ പെണ്ണ് കിട്ടണ്ടേ? അല്ല എന്തെങ്കിലും കാണിക്കും. സാറിന് എങ്ങനത്തെ പെണ്ണിനെ വേണ്ടത്? മോനെ പെണ്ണായാ മതിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോ അത് കിട്ടാനായിട്ട് എന്താ ചെയ്യണ്ടേ? ന്യൂസ് പേപ്പറിൽ പെണ്ണായാൽ മാത്രം മതി അങ്ങനെ വല്ല പെണ്ണുണ്ടോ ചോദിക്കണം. വെറുതെ മനുഷ്യന്റെ മെക്കിട്ടേറി. ഒരു റൗണ്ട് തീർന്നില്ല, അതിനുമ്പ് ആ ചിപ്സ് മുഴുവൻ കയറ്റി തീർത്തല്ലേ? നീ ഒരിക്കലും നന്നാവില്ലടാ. അല്ല ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. നിനക്ക് ഈ മലയാളത്തിൽ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാ കുറേശ്ശെ ആയിട്ട് പഠിക്കാന്ന് വെച്ചാ. സൂപ്പർ സൂപ്പർ. താങ്ക്സ്ടാ. എന്തൊരു സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒരു ബിറ്റ് ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ മര്യാദയ്ക്ക് വായിക്കാറില്ല. എനിക്ക് എല്ലാം അറിയാം. ചില വാക്കുകൾ കിട്ടില്ല, അത്രേ ഉള്ളൂ. ആ ചില വാക്കുകളുടെ മെയിൻ സാധനം കൂടുതലൊന്നും പറയണ്ട. വെറുതെ അവനെ കളിയാക്കാണ്. ചേട്ടാ ഇത് മുഴുവൻ തിന്നു തീർത്തുള്ളൂ നീ. ഇതിനാ ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവിടെ എങ്ങനെ ഇറക്കി വിട്ടാൽ മതി.
ഇനി എന്ത് കോപ്പറത്തിൽ അടിക്കുന്നേ? എന്നാ അച്ചാറ് നക്ക്. എന്നാ ഇതും കൂടെ എടുത്ത് നീ അങ്ങോട്ട് നക്ക്. ആ, അല്ല പിന്നെ ഇന്ന് തിന്ന് ഞാൻ തന്നെ നോക്കിക്കോളാം. എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിനും കുറ്റമാണല്ലോ. ഇതൊരു കഷ്ടം നോക്കണം. എന്നാ അതെ ഞാൻ കിടക്കാൻ പോവാ. എടാ അടുക്കളയിൽ ഫുഡ് ഇരിപ്പുണ്ട്, കഴിച്ചിട്ട് പോ. ഏയ് നീ വേണ്ടടാ, വിശക്കുന്നില്ല. വിശപ്പില്ലാത്ത ഞാൻ വലിയ കിടക്കാൻ കാര്യമൊന്നുമല്ല. പോവാ. ഉള്ള സൈഡ് മുഴുവൻ തിന്നു തീർത്ത് പിന്നെ എങ്ങനെയാണോ അവന് വിശക്കുന്നത്? ചെല്ലിയല് ചെന്നിട്ട് ഉറങ്ങാൻ നോക്ക്. അതെ ചെല്ല്, വിട്ടോ. കുറെ നേരമായിട്ട് ഉറങ്ങിയിട്ട് ഇത് ദേഷ്യം ഇനി അതിന് മാത്രം ഇവിടെ എന്താ ബാക്കി ഇരിക്കുന്നത്? കാലത്ത് 7 മണിക്ക് മീറ്റിംഗ് ഉണ്ടറാ. ഞാനൊന്ന് പോയി കിടക്കട്ടെ, അല്ലെങ്കിൽ കാലത്ത് എഴുന്നേക്കില്ല. പോട്ടെ, നിങ്ങൾ തീർത്തിട്ട് കിടന്നാൽ മതി കേട്ടാ. ആ ശരി. ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എടാ അരുണേ, ഈ ഫോട്ടോയിൽ കാണുന്ന ആരാ? എന്റെ ചേട്ടൻ പുള്ളി എന്താ ചെയ്യണേ? മരിച്ചുപോയി. മരിച്ചുപോയെന്ന്? എങ്ങനെ? സൂയിസൈഡ് ആയിരുന്നു. സൂയിസൈഡാ? എന്തിനാടാ പുള്ളി സൂയിസൈഡ് ചെയ്തത്? അതൊക്കെ നീ എന്തിനാണ് അറിയുന്നത്? എടാ, നീ എന്താന്ന് പറയണ? നീ ഒന്ന് പോയി കിടക്കാൻ നോക്കി. ആവശ്യമില്ലാതെ ഓരോന്ന് ചോദിച്ചോണ്ട് നീ എന്താടേ കാണിക്കുന്നത്? ഞാനേ ഒന്ന് ഉള്ളിട്ട് വരാടാ. ഇവിടെയാണല്ലോ വെച്ചത്. അല്ലെങ്കിൽ വേറടിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മുള്ളി ചാവും. കേശവ്, അവൻ എവിടേക്കാടാ പോകുന്നത്? സുന്ദരേ, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിയടാ. ഇന്നാ ഇത് പിടിച്ചോ. എന്റെ അമ്മോഫ്, എല്ലാം ഇറങ്ങില്ലടാ പട്ടി. എടാ പൊട്ട, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഒന്നുമില്ലടാ. അതെ, നിന്റെ കയ്യിലെന്താ? ഒന്നുമില്ലടാ. കാണിച്ചേ. എടാ, നീ ആ മരുന്നൊക്കെ കുത്തിക്കയറ്റിയോ? ഒന്നും ഉണ്ടാവില്ലടാ. എടാ, 3 years ആയിട്ട് ക്ലിനിക്കൽ ട്രൈ നടത്തിയതാ. ലാസ്റ്റ് മന്ത് ഞാനും ട്രൈ ചെയ്തു. നല്ല ഉറക്കം വരും. 9 മണി വരെ കിടന്ന് ഉറങ്ങും. നല്ല സ്വപ്നം കാണാം. രാവിലെ 3 മണിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞല്ലേ, അവൻ എഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾ കണ്ടോ?
Long time ago, 6-year-old Mishti and 7-year-old Mayank lived with their മേളിലെന്തോ ഒരു ശബ്ദം mama കേൾക്കുന്നത്. in a city. Mishti and Mayank had many toys with them, and after that, they never ever fought for toys. നീ എന്താടാ ഇവിടെ? കഥകില് തട്ടിയപ്പോ നീയല്ലേ? ചോദിച്ച കേട്ടില്ലേ? എടാ ഞാനീ പറയുന്ന ഒന്നും നിന്റെ ചെവിയിൽ വീഴുന്നില്ലേ?
പാതിരാത്രി 12 മണിയാടാ. എന്തിനാടാ വിളിച്ചോണത്തി? ഞാനെപ്പോഴാ നിന്നെ വിളിച്ചേ? പിന്നെ നീ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ എഴുന്നേറ്റ് വന്നു. എടാ നീയൊക്കെ എന്തായി പറയണേ? അവൻ ഉറക്കപ്പിച്ചില്ലടാ. അളിയ ഞാൻ നിങ്ങളാരും വിളിച്ചിട്ടില്ല. ഞാനെപ്പോഴാ നിന്നെ വിളിച്ചേ? എന്തത്? ಏ ಸೌಂದರ್, ಏನೋ ಇಲ್ಲಿ ಬಂದ್ ಮಲ್ಕೊಂಡಿದ್ಯಾ? ಏನಾಯ್ತು? ಯಾಕೋ ಇಲ್ಲಿ ಬಂದ್ ಮಲ್ಕೊಂಡಿದ್ಯಾ? ಏನು ಇದೆಯಲ್ಲ? ರಕ್ತ. ಏನೋ ಇದು? ಇಲ್ಲೇನೋ ನಡೀತಾ ಇದೆ. ನಡೀರಿ, ಮೊದಲು ಮನೆಯಿಂದ ಹೊರಗಡೆ ಹೋಗೋಣ, ಆಮೇಲೆ ನೋಡ್ಕೊಳ್ಳೋಣ ಎಲ್ಲ. ನೀ ಫಸ್ಟ್ ನಡಿಯೋ. ನಡಿಯೋ. ಏ ರವಿ ಬಾರೋ, ಅಲ್ಲಿ ಮೇಲೆ ಹೋಗ್ಬೇಡ, ಬಾರೋ, ಇಲ್ಲಿ ಹೋಗ್ಬೇಡ, ಬಾರೋ ಕೆಳಗೆ. ಬಾರೋ ಇಲ್ಲಿ, ರವಿ ಹೋಗ್ಬೇಡ, ಬಾರೋ. പാടാ ഇങ്ങോട്ട്. അവിടെ ആരാടാ ഉള്ളെ? എടാ വരാൻ. ഇവൻ എന്ത്? എന്താടാ പറ്റിയേ? പറ്റിയേ? എഴുന്നേക്കടാ. ഞാൻ ഇതിനകത്ത് പെട്ടുപോയടാ. എടാ തുറക്കടാ, എന്നെ രക്ഷിക്കടാ. എടാ തുറക്കടാ. ഞാൻ ഇതിനകത്താടാ. എടാ കഥ തുറക്കടാ. എടാ നമുക്ക് രക്ഷപ്പെടാൻ ആകെയുള്ളൊരു വഴി വീടിനകത്താവുള്ളേ. നമ്മള് രവി, അതെ, ഇവിടെ കിടന്ന് ഉറങ്ങാ. ഒന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് TV കാണു, അല്ലെങ്കിൽ മുറി പോയി കിടന്ന് ഉറങ്ങ്. വെറുതെ. അരുൺ നിക്കുന്നത് പോലെ ഉണ്ടല്ലോ. സുന്ദർ വന്നോടി. ഞാൻ ഇവിടെ എന്ത് പറയുന്നു, നിങ്ങൾ എന്താ കേൾക്കുന്നേ? ടിവിയിൽ എന്താ എഴുതി ഒട്ടിച്ചിരിക്കുന്നേ? സുന്ദർ മരിച്ചുപോയി. അരുണിന്റെ വീട്ടിൽ ഇതാരെ ഇവിടെ കൊണ്ട് ഒട്ടിച്ചേ? അരുണിന്റെ വീട്ടിൽ ഞങ്ങൾ പെട്ടുപോയി. ഞങ്ങൾ രക്ഷിക്കണം. എടീ നീ പേടിക്കണ്ട, ഞാൻ അരുണിന്റെ വീട്ടിലൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. എഴുന്നേക്കാൻ. നീയൊക്കെ കിടന്നുറങ്ങല്ലേ? എഴുന്നേക്ക്. പറയുന്ന കേക്ക്, എഴുന്നേക്ക്. ഈ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോണം. ആ എഴുന്നേക്ക്. സുന്ദര, എടാ സുന്ദര എഴുന്നേക്ക്. എടാ എഴുന്നേക്ക്, നമുക്ക് പുറത്തേക്ക് പോണം. ഈ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. സുന്ദര എഴുന്നേക്ക്. എടാ നീ, എടാ അരുണ എഴുന്നേക്ക്. എടാ പുറത്തേക്ക് പോണം. ഈ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. എടാ പറയുന്ന കേക്ക് സുന്ദര, ഒന്ന് എഴുന്നേക്ക്. ഇവനാ, എടാ എഴുന്നേക്ക്. അരുണ വാ. എന്തോന്നൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഇവനെന്തിനാ ഇവിടെ ഇരുത്തുന്നത്? ഈ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. ആരോ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നു എനിക്ക്. വെറുതെ ഇരിക്കടാ. എടാ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പറ്റൂ. എടാ നീ ഒന്ന് നോക്ക്. നീ അങ്ങോട്ട് നോക്ക്. കൊടാലി, എടാ പുറത്തേക്ക് ഇറങ്ങ്. വാ വാ അങ്ങോട്ട്. എഴുന്നേക്ക്. ഒന്ന് പിടിച്ചേ. സുന്ദർ, സുന്ദർ, എടാ എടാ, അയ്യോ
സുന്ദര സുന്ദര എന്താടാ പറ്റിയത്? എഴുന്നേക്കടാ സുന്ദര. പറഞ്ഞതല്ലേ എടാ മരിച്ചു എന്ന് തോന്നുന്നു. മരിച്ചെന്നോ? സത്യമാണോടാ? എടാ സുന്ദര, എടാ സുന്ദര എഴുന്നേക്കടാ. എടാ എന്താടാ പറ്റിയേ? എടാ എഴുന്നേക്കടാ. ചത്തുപോയടാ. എന്തൊക്കെയാ പറയുന്ന നീ? പറ്റിയത് എന്താടാ ഇത്? എങ്ങനെയാടാ ഇത്? ഇയാകെ പേടിയാവുന്നടാ എനിക്ക്. എടാ സുന്ദര എഴുന്നേക്കടാ. സുന്ദര കളിക്കല്ലേ? നടക്കുന്നേ അങ്ങോട്ട് ആരോ വലിച്ചോണ്ട് പോയതാണോ അവനെ? പറയുന്ന കേക്ക്. നമുക്ക് പുറത്തേക്ക് പോവാ. ഇവിടെ നിന്ന് ശരിയല്ല. പുറത്തേക്ക് പോവാ. ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങ. പറയുന്ന കേക്ക്. നീ പുറത്തേക്ക് ഇറങ്ങി വേഗം. എടാ ഇങ്ങോട്ടാ പോന്നേ? എന്തിനോട് നടക്കുന്നത്? സുന്ദര എങ്ങനെയാടാ മരിച്ചേ? ആരാണ് അവനെ കൊന്നത്? ഇറങ്ങ്. നീ എന്തിനാണ് എല്ലാവരും എഴുന്നേപ്പിച്ച? അപ്പൊ സുന്ദർ മരിക്കാൻ പോകുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? എടാ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ സുന്ദരനെ ഒരുത്ത് കൊന്നടാ. സ്വപ്നത്തിൽ സുന്ദർ എവിടെയാണോ മരിച്ചു കിടന്നേ അവിടെ തന്നെ അവൻ നമ്മുടെ മുമ്പിൽ വെച്ച് മരിച്ചു വീണേ. നമ്മളെല്ലാരും മരിക്കാൻ പോവാ. എന്താടാ നീ എന്തൊക്കെ ഭ്രാന്താടാ പറയുന്നത്? എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നമ്മളെ ഹോട്ടലിൽ ഇരുന്നപ്പോഴും എന്റെ മനസ്സ് ശരിയല്ല. ഇങ്ങോട്ട് വരാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. വരുന്നില്ല ഞാൻ പറഞ്ഞതല്ലേ നിന്നോടൊക്കെ. അതിനിടയ്ക്ക് ഈ കോപ്പിലെ സ്വപ്നം കാണുന്നേ. ആ സ്വപ്നത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ സംഭവിക്കുക. ചുമ്മാ ഓരോ കഥകൾ പറഞ്ഞ് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? പറയുന്നൊന്നും പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. ഇതിനൊക്കെ കാരണം നീ ഒറ്റ ഒരുത്തനാണ്. അവൻ എങ്ങനെ കാരണമാവൂടാ? ആരും ഞാനാ? എനിക്കറിയാടാ, നീ തന്നെയാ കാരണം. നീയാണ് എല്ലാത്തിനും കാരണം. സുന്ദർ മരിച്ചതിന് നീയാണ് കാരണം. സുന്ദറിനെ കൊന്നത് നമ്മളെല്ലാരും കൊല്ലാൻ പോകുന്ന ഈ പ്രാന്തന്റെ അളിയനാ. ആരാടാ പ്രാന്തൻ? നാറി. നമ്മൾ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ അവിടെ ഒരു ഫോട്ടോ കാണിച്ചു തന്നില്ലേ? അത് ആരാന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ഇവന്റെ അളിയന ചേട്ടനാന്നല്ലേ പറഞ്ഞേ? ആ പുള്ളി എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചപ്പോ ആത്മഹത്യ പറഞ്ഞില്ലേ ഇവൻ? അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്തെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയോ? അതിലെന്തോ കാര്യമുണ്ടാ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നുണ്ടല്ലേ? അയാൾ എങ്ങനെ ചത്തെന്ന് ആദ്യം ഇവനോട് പറയാൻ പറ. ചത്തവനെങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഇവൻ എന്തിനാ മറച്ചു വെക്കുന്നത്? അവന്റെ ചേട്ടന് വെറുതെ ഇതിലേക്ക് വലിച്ചടിക്കുന്ന എന്തിനാ നീ? ഒരു കാര്യമില്ല. അത് ഇതായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പറയാൻ പറ അവനോട്. ഇവരെന്തിനാ മറച്ചു വെക്കുന്നത്? കഴിഞ്ഞു. വെറുതെ ഇനി അതും പറഞ്ഞിട്ട് ഓരോരുത്തർ അങ്ങോട്ട് ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പൊ തൽക്കാലം നമുക്ക് നടന്ന കാര്യങ്ങളൊക്കെ സുന്ദറിന്റെ വീട്ടിൽ പോയി അവന്റെ പാരന്റ്സിനെ അറിയിക്കണം. ഇവിടെ എങ്ങനെയാണ് അവന്റെ അച്ഛനോട് പറയുക? സ്വന്തം മകൻ മരിച്ചത് പിന്നെ അവന്റെ അച്ഛനും അമ്മയും അറിയാതെ? അവന്റെ അച്ഛനും അമ്മയും പാവങ്ങളാണ്. നമ്മുടെ മുമ്പിൽ വഴിയില്ല. അത് കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നടന്ന കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഇല്ലെങ്കിൽ പണിയാ. പോലീസ് സ്റ്റേഷനിലൊക്കെ പറയുന്നത് എന്തിനാണ്? പോലീസിൽ ഈ കാര്യം ഇൻഫോം ചെയ്തില്ലെങ്കിൽ നീ ഒരു വക്കീലല്ലേ? നിനക്ക് കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ 4 പേര് പെടുന്ന ഉറപ്പാ. ഇനി ഒന്നും നോക്കണ്ട, നീ ഇറങ്ങി പെട്ടെന്ന് നടക്ക്. കാറെടുക്ക. സ്റ്റാർട്ട് ആവുന്നില്ല. നീ ഇറങ്ങി മാറ്. എടാ എന്താ ഇനിയിപ്പോ എന്താ വേഗം വാ. ആരെങ്കിലും ഒരാൾ പോയിട്ട് ഇത് ഇൻഫോം ചെയ്യും. ശരിയാണ്, കുഴപ്പമില്ല. നീ ചെല്ലടാ പോ. ഒന്ന് മുകളിലേക്ക് വന്നേ.
എന്താടാ എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നെന്താ? കേശവ, ഇതെന്താടാ അനങ്ങാതിരിക്കുന്നത്? ശരിക്കും സ്റ്റാച്ചു ഇരിക്കുന്ന പോലെ. എന്തൊക്കെ പ്രശ്നമുണ്ടടാ? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവാ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയല്ലോ. നമുക്കിവിടെ നിൽക്കണ്ട. നമ്മുടെ ഫോണെല്ലാം ആരുടെ വീട്ടിലുണ്ട്. അത് പോയി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകണം. എന്താണെങ്കിലും ബാക്കി നമുക്ക് രാവിലെ നോക്കാം. എടാ അരുണ, എൻ്റെ ഫോൺ ഹാങ് ആയിരിക്കുക. കോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതെന്താ എൻ്റെ ഫോൺ ഹാങ് ആവണല്ലോ? ക്ലോക്ക് സ്റ്റോപ്പായി നിൽക്കടാ. ഒരു സൂചി പോലും അനങ്ങുന്നില്ല. എല്ലാ ക്ലോക്കും 12:30 കൃത്യമായിട്ട് നിൽക്കുക. ഇതൊക്കെ എങ്ങനെയാ? 12:30 ഒരു ഇടി മുഴങ്ങിയില്ലേ? അതെ. സുന്ദറിന്റെ വീട്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാടാ ഇവിടെ. ലോകം മുഴുവൻ ഫ്രീസായി നിൽക്കുക. ഫോൺ വർക്ക് ചെയ്യുന്നില്ല, ഫാൻ വർക്ക് ചെയ്യുന്നില്ല, ടി വി വർക്ക് ചെയ്യുന്നില്ല, കാർ പോലും സ്റ്റാർട്ടാവുന്നില്ല. ഇവിടെ എന്തൊക്കെയാടാ നടക്കുന്നത്? എടാ അങ്ങോട്ട് നോക്കിയടാ. എടാ നോക്കിയടാ നീ. എന്താ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 12 കഴിഞ്ഞ ഒരു സെക്കൻഡ് പോലും അനങ്ങിയിട്ടില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞിരുന്നെങ്കിൽ താഴെ വീണനെ. ലോകം മുഴുവൻ ഏതോ ടൈമിൽ പെട്ട് നിൽക്കുക. നമ്മൾ മാത്രമേ ഉള്ളൂ നോർമൽ. അതെങ്ങനെയാണ് നമ്മൾ മാത്രം നോർമലാണ്? നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഏതെങ്കിലും ടൈം സോണിൽ പെട്ടുപോയതായിരിക്കും. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതിന് ഒരേ ഒരു ഓപ്ഷൻ, സുന്ദറിന്റെ വീട്ടിൽ പോയാലേ അറിയൂ. സുന്ദറിന്റെ വീട്ടിൽ പോയി എന്ത് സൊല്യൂഷൻ കിട്ടുന്ന പറയുന്നത്? ടൈം ലൂപ്പിൽ പെട്ടുപോയിരിക്കുന്നത് നമ്മളാണോ അതോ അവരാണോ എന്ന് കറക്റ്റ് ആയിട്ട് അറിയണോടാ. അതിനവിടെ പോയാലേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂടാ. ശരി വാ. ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നേ? പറയാൻ പാ. നീ ഇവിടെ നിൽക്കടാ. പറയുന്ന കേക്ക്. അവന്റെ അമ്മയെ തന്നെ നോക്കി നിൽക്ക്. എന്നിട്ട് അവരെപ്പോഴാ റിയാക്ട് ചെയ്യുന്നതെന്ന് എന്നോട് പറയണം. എടാ നീ ഇത് എന്തൊക്കെയാ ചെയ്യുന്നേ? എടാ നീ പറയുന്നത് ചെയ്യടാ. അവര് റിയാക്ട് ചെയ്യുന്ന ടൈം നമുക്ക് കണ്ടുപിടിക്കണം. എടാ അവരവിടെ അനങ്ങാതെ നിൽക്കും. നീ ടൈം കൗണ്ട് ചെയ്ത് നീ പറയണേ. സെക്കൻഡ്സ് കൗണ്ട് ചെയ്യടാ. നീ 60 സെക്കൻഡ് കൗണ്ട് ചെയ്ത് കഴിയുമ്പോ ഇവ മിനിറ്റ്സ് കൗണ്ട് ചെയ്യട്ടെ. നീ എന്താണ് ഈ സെക്കൻഡ്സ് മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവര് റിയാക്ട് ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കണ്ടേ? എടാ നമ്മൾ പെട്ട് നിൽക്കല്ലേ. അവരിതേ അനങ്ങാണ്ടിരിക്കുന്ന കണ്ടില്ല. നമ്മൾ എന്ത് ചെയ്യാനാ? അവൻ അവിടെ ഒന്ന് നോക്കിയിട്ട് എന്ത് കാര്യമുണ്ട്? അവന്റെ അമ്മ എപ്പോഴാ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. നീ അനങ്ങാതെ ഇവിടെ തന്നെ നിൽക്ക്. എന്തൊക്കെയാ ചെയ്യുന്നത്? എനിക്കൊരു കോപ്പ് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യും. അത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. നീ നോക്കടാ അങ്ങോട്ട്. എടാ നോക്കടാ അങ്ങോട്ട്. എടാ അനങ്ങല്ലേടാ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. minutes. 10 minutes. കൃത്യമായിട്ട് വാച്ച് ചെയ്യണേ. മിസ് ചെയ്യല്ലേ.
അനങ്ങാതെ കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്യും. അനങ്ങിയാ പിന്നെ നീ ആദ്യം പോലെ നിൽക്കേണ്ടി വരും. minutes. 1 hour 20 minutes. 1 hour 30 minutes. എടാ, ദേ, അവന്റെ അമ്മ അനങ്ങി റിയാക്ട് ചെയ്തു. അവരുടെ കണ്ണനങ്ങിയത് ഞാൻ കണ്ടു. ശരിക്കും കണ്ടോ? ഞാൻ സത്യമായിട്ടും കണ്ടു. അനങ്ങിയെന്നേ. നീ ശരിക്കും എടാ, ഇപ്പൊ കണ്ട കാര്യം പറഞ്ഞതാണ്. ഉള്ളതാണോ പറയുന്നത്? നീ കണ്ടാണോ? അവരങ്ങനെ തന്നെ നിൽക്കല്ലേ? അതെ, ഞാൻ വെറുതെ ഞാൻ പറഞ്ഞല്ല. പറഞ്ഞില്ലടാ, ഇവിടെ അവൻ നിൽക്കുന്നത് കണ്ടിട്ട് അവർ റിയാക്ട് ചെയ്യാനായിട്ട് 1.5 മണിക്കൂർ എടുത്തു. ആയിക്കോട്ടെ, അതുകൊണ്ട് നീ എന്തായി പറയാൻ വരുന്നേ? കാരണം അവരിപ്പോ നോർമൽ വേൾഡില്ല. നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പൊ എന്താ ഇതിനൊരു വഴി? ഇനിയിപ്പോ ഇതിന്ന് എങ്ങനെ നമ്മൾ പുറത്തേക്ക് വരിക? ഇവരോട് നമ്മൾ എങ്ങനെയാടാ വിവരം പറയാ? സുന്ദറിന്റെ അച്ഛനോടും അമ്മയോടും. ഒരു മിനിറ്റ്, ഒരു വഴിയുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് തൊലക്കടാ. സുന്ദർ മരിച്ചു, അരുൺ, രവി. എന്താടാ എഴുതുന്നേ? എടാ, നീ ഇത് എന്തൊക്കെയാ എഴുതുന്നേ? കേശു, മഹേന്ദ്രൻ, ഞങ്ങൾ 4 പേരും അരുണിന്റെ വീട്ടിൽ പെട്ടിരിക്കുക, രക്ഷിക്കണം. എടാ, ഇതിലൂടെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് അവർ നോർമൽ ആവില്ലേ? ആ സമയത്ത് അവർക്ക് കാര്യം മനസ്സിലാവും. നിങ്ങളിപ്പോ തൽക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലേ, ഞാനും എന്റെ വീട്ടിലേക്ക്. നിന്റെ ഭാര്യയും പിള്ളേരും ഒക്കെ നിനക്ക് കാണാൻ പറ്റൂടാ? പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറ. രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? 1.5 മണിക്കൂറായിട്ട് നമ്മൾ ലാഗില. എങ്ങനെ രക്ഷപ്പെടുന്നത് എനിക്ക് അറിയില്ല, ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പൊ രക്ഷപ്പെടാനും വഴിയില്ല, വീട്ടിലേക്കും പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കിടന്ന് ചാവണം എന്നാണ് പറയുന്നത്. എടാ, നമുക്ക് അരുണിന്റെ വീട്ടിലേക്ക് തന്നെ പോവാം. അവിടെ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും. സുന്ദർ അവിടെ കിടന്നല്ലേ ചത്ത്. അവിടെ വന്നിട്ട് ചാവാൻ എനിക്ക് വയ്യ. വേറെ എന്തെങ്കിലും ആരും എന്നെ നിർബന്ധിക്കാൻ വേണ്ട. ഇങ്ങനൊരു പ്രശ്നം നടക്കും. നിങ്ങൾ വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറ. പൊട്ടിപ്പോന്ന പോലെ തോന്നുന്നു. വല്ലാത്തൊരവസ്ഥയിലുള്ള വിട്ടുപോയിരിക്കുന്നത്. ഏത് നേരത്താണോ രക്ഷപ്പെടുമെന്ന് അറിയില്ലല്ലോ. എടാ, വേറെന്താ ചെയ്യാൻ പറ്റുന്നത്? നീ അവരൊന്ന് നോക്കിയേ. ഇതെന്താ? ഇത് എവിടെ നിന്നാണ് ഈ പേപ്പർ കിട്ടിയത്? ഇത് ശ്രദ്ധിച്ചു വായിക്കും. ദയവ് ചെയ്ത് എല്ലാവരും പുറത്തേക്ക് പോവുക. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഓരോരുത്തരെയായി ഞാൻ കൊല്ലുന്നതാണ്. ഇത് എങ്ങോട്ട് പോയിട്ടും കാര്യമില്ലെന്ന് തോന്നുന്നേ. അരുണിന്റെ ചേട്ടൻ നമ്മളെ കൊന്നു കളയൂടാ. ഇനി വേറെ വഴി കൊല്ലുന്നുണ്ടെങ്കിൽ അവിടെ പോയാലും നമ്മൾ വേറെ എങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അരുണിന്റെ വീട്ടിൽ പോയേ പറ്റൂ. അവിടെയാണ് സുന്ദർ മരിച്ചു കിടന്നേ. അവിടേക്ക് ഞാൻ വരില്ല. ദൈവത്തെ ഓർത്ത് എന്നെ കമ്പൽ ചെയ്യാൻ നിൽക്കല്ലേ. എടാ, ഈ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. എടാ, സ്വപ്നം കണ്ടതനുസരിച്ച് അടുത്ത ചാവും പോകുന്നത് ഞാനാ. ഇനിയെങ്കിലും പോവാ. അടുത്ത നീയാണോ? അതേടാ. അപ്പൊ അവിടെ പോയി എന്തിനാണ് റിസ്ക്? വേറെന്താ വഴി? നീ പറ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അതറിയത്തോണ്ടല്ലേ ഞാൻ കൂടുതലൊന്നും പറയാതെ ഞാൻ പറയുന്നേക്ക്. വാ എന്റെ കൂടെ. അതെ, നിന്റെ കയ്യിലും രക്ഷപ്പെടാൻ വഴിയില്ല. അവൻ എന്തോ പ്ലാൻ പറയുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എടാ, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. എടാ, പേടിക്കാതെ അകത്തേക്ക് വാടാ. അവനും അവന്റെ ഓരോ സ്വപ്നവും.
സംഭവിച്ചു ഇവിടെ ഇങ്ങനെ? എന്താടാ ഇതൊക്കെ? രവി നീ നോക്കി. അശോക് എവിടെ? അശോക അവൻ നമ്മുടെ കൂടെ വന്നിട്ടില്ല. അശോക് ആ ശരിയാണല്ലോ, അശോക് എവിടെ? എടാ, നീ എന്താ പറയണേ? അശോക് അതിന് ഇവിടേക്ക് വന്നില്ലല്ലോ. അശോക് നമ്മുടെ കാറിന്റെ പിന്നാലെ വന്നതല്ലേ? അല്ല, മലയാളം വായിക്കാൻ നീ എങ്ങനെ പഠിച്ചേ? എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെ പഠിച്ചു. കണ്ടില്ലേ? എടാ, ആ ഹോട്ടലിൽ വെച്ച് അവന് സുഖമില്ല, അവൻ വരുന്നില്ല, നിങ്ങൾ പോയി കഴിക്കുന്നൊക്കെ പറഞ്ഞ് വിട്ടതല്ലേ? ഞാനല്ല അവനെ കൊണ്ടുവിട്ടിട്ട് വന്ന് റെസ്റ്റോറന്റിൽ ഇറങ്ങിയപ്പോ. എടാ നമ്മുടെ കൂടെ ഇരുന്നല്ലേ അവൻ അടിച്ചോണ്ടിരുന്നേ. നിങ്ങൾക്ക് കമ്പനി തരാൻ വേണ്ടിയല്ലേ ഞാൻ വരുന്നേ. പിന്നെ എന്നാ കോപ്പിന് വരുന്നതാടാ നീ? ഇറക്കി വിടറാ അവനെ, ഇവിടെ പോട്ടെ. ആ ഇറങ്ങിപ്പോ. ഓ ഇറങ്ങാണ്, കഷ്ടം തന്നെ. ഫ്രണ്ട്സാണ് നീ അങ്ങോട്ടൊന്നും വന്നേക്കല്ലേ കേട്ടോ. എന്തോ സന്തോഷായിട്ടിരിക്കല്ലോ. അല്ലടാ, സുന്ദർ നമ്മുടെ കൂടെ വന്നിട്ടില്ല. എടാ സുന്ദറല്ലേ മരിച്ചത്? ഇപ്പോഴല്ലേ നമ്മൾ അവന്റെ വീട്ടിൽ പോയിട്ട് വന്നത്. എടാ സുന്ദർ മരിച്ച കാര്യം അവന്റെ വീട്ടിൽ പറയാൻ പോയത് ഓർമ്മയില്ല നിനക്ക്? ഒരു മണിക്കൂറായടാ. ഡാ, അടുത്തത് ചാവാൻ പോകുന്ന ഞാനല്ല. സോറിടാ അരുണേ. അരുണേ, അരുണേ, ഡാ, കണ്ണോക്കടാ. എടാ അരുണേ, അരുണേ, ഡാ, അരുണേ, അരുണേ, എഴുന്നേക്കടാ. അരുണേ, എഴുന്നേക്കടാ. എഴുന്നേക്ക്. എന്താടാ പറ്റിയെ? എഴുന്നേക്കടാ, എഴുന്നേക്കടാ അരുണേ. അരുണേ, എഴുന്നേക്കടാ. ഡാ, അരുണേ, ഡാ, അരുണേ. എടാ അരുണേ, ഡാ. എന്താടാ? ആ എല്ലാരും രാവിലെ നേരത്തെ ഇറങ്ങും. നിങ്ങള് സമയത്ത് വന്നേക്കണേ. ആ ആയിക്കോട്ടെ. എടി, ഒരു മിനിറ്റ്. ഞാൻ അവിടെയെല്ലാം നോക്കിയടി, സുന്ദറിനെ കാണുന്നില്ല. നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നീ ഇനി അന്വേഷിക്കാം. കുറെ വഴി ഉണ്ടാക്കും. എടാ, ഞാൻ നിന്റെ വഴി കാരണം ഇപ്പൊ രണ്ടുപേര് ചത്തുപോയെ. ഞാൻ കാരണം പിന്നല്ലാതെ. ഞാൻ എന്ത് ചെയ്തേ? നീ ചാവെന്ന് പറഞ്ഞല്ലേ വിളിച്ചോണ്ട് വന്നത്? അതെ, പിന്നെ അരുൺ എങ്ങനെയാടാ ചത്തത്? അപ്പൊ അരുണ ചാവാൻ പോകുന്നത് നിനക്ക് മുൻപേ അറിയായിരുന്നു? നുണ പറഞ്ഞല്ലേ ഞങ്ങൾ വിളിച്ചോണ്ട് വന്നത്? ഞാൻ കള്ളൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് അറിയായിരുന്നു അരുൺ മരിക്കുമെന്ന് എനിക്ക് പിന്നെ അറിയായിരുന്നു. എന്തിനാ നീ ആ നുണ പറഞ്ഞത്? എന്ത് വഴിയുള്ളേ? നിങ്ങളെ എല്ലാരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, അതിനാ കള്ളം പറഞ്ഞേ. ഈ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഈ വീട്ടിലേക്ക് വന്നേ പറ്റൂ, അതുകൊണ്ട് പറഞ്ഞതാ. ഡാ, നീ ഇത് സ്വപ്നമാണെന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞു. അങ്ങനെ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നീ എന്താണ് സ്വപ്നത്തിൽ കണ്ടത്? എന്തെങ്കിലും ഒരു ക്ലൂ എങ്കിലും താടാ ഞങ്ങക്ക്. എടാ ഇത്രയും നടന്നിട്ട് ഇനി നീ ഇവനെ വിശ്വസിക്കാൻ നിൽക്കാം. ഇവന് പുറം കൊടുക്കണം. മറിയണം. നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതാ വീടിനകത്ത് തന്നെയാ. നമ്മുടെ കൊല്ലാൻ വന്നവനെ കൊല്ല്. എടാ, ഒരു മിനിറ്റ്. എടാ, കേശവ് ഇവിടെയല്ലേ അടികൊണ്ട് കിടന്നേ? അവനെന്തോ രണ്ട് കാര്യങ്ങളാ പറഞ്ഞേ. ഒന്ന്, ഈ വീട്ടിലാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാ സൊല്യൂഷൻ ഉള്ളതെന്ന്. രണ്ടാമത്തത്, നിന്നെ കൊല്ലാൻ വന്നവനെ കൊല്ലുന്നു. ശരിയാ, നിന്നെ കൊല്ലാൻ വന്നവനെ കൊല്ല്. ഡാ, ഇത് തന്നെയായിരിക്കും ക്ലൂ. നിന്നെ കൊല്ലാൻ വന്നവനെ കൊല്ല്. നിന്നെ കൊല്ലാൻ വന്നവനെ കൊല്ലെന്ന് പറഞ്ഞ അരുൺ ഇപ്പൊ മരിച്ചു കഴിഞ്ഞു. നമുക്ക് അവനെ കൊല്ലാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരുത്തനെ കൊല്ലണമെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടാവണം. അപ്പൊ അവനും നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനായിരിക്കണമല്ലോ. എടാ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? സുന്ദറിന്റെ അച്ഛന്റെ അമ്മയുടെയും കണ്ണുകളിൽ നമ്മൾ ആത്മാക്കളായിരിക്കണമല്ലോ. അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അവരെക്കാൾ നമ്മുടെ ടൈം സോൺ കുറവായിരിക്കുമല്ലോ. അപ്പൊ നമ്മളെക്കാൾ ടൈം സോൺ കുറവുള്ളവനായിരിക്കുമല്ലോ ഇവരെ കൊന്നത്.
ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതെ, തൽക്കാലം നീ പറഞ്ഞ കാര്യം തന്നെ ചെയ്തു നോക്കാം, അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. വീട്ടിൽ വെച്ച് ഒരു ഇടിമുഴക്കമുണ്ടായി. അപ്പം മുതലാണ് നമുക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചത്. നമുക്കെല്ലാവർക്കും അശോകാണ് മിസ്സിംഗ്. അപ്പൊ അശോകാണ് നമ്മളെക്കാൾ ടൈം സോൺ കുറഞ്ഞ് നമ്മളെല്ലാം കൊന്നുകൊണ്ടിരിക്കുന്നത്. അശോകോ? എടാ, അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ, അവൻ എന്തിനാ നമ്മളെ കൊല്ലുന്നേ? ഇപ്പൊ നമ്മള് 3 പേരിലടാ. അരുണും സുന്ദറും മരിച്ചില്ലേ? അശോക് ആണെങ്കിൽ നമ്മുടെ കൂടെയില്ല. അപ്പൊ അവൻ തന്നെ ആയിരിക്കും. അതേടാ, അശോക് എന്റെ സ്വപ്നത്തിൽ വന്നായിരുന്നു. അപ്പൊ അവൻ തന്നെ ആയിരിക്കും, അവനായിരിക്കും കൊന്നേ. അപ്പൊ അവൻ ഇവിടെ എവിടെയോ ഉണ്ടാവണം. അവൻ നമ്മളെ കാണുന്നുണ്ടായിരിക്കും. എടാ, നമുക്ക് ഇവിടുന്ന് പോവാടാ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടുന്ന് പോകുന്നതാ നല്ലത്. എടാ, നമ്മൾ എവിടെ പോയാലും അവൻ കാണൂടാ. സുന്ദറിന്റെ വീട്ടിലുണ്ടാവും, പുറത്തുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ശരിയാ, വാടാ, നമുക്ക് അകത്തേക്ക് പോടാ. അടയ്ക്ക്, പിടിക്ക് ചേർത്ത് വെക്ക്. കുറച്ചുകൂടി. അവൻ കഥക് തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറി വന്ന എന്ത് ചെയ്യാ? എനിക്കറിയില്ല. അവൻ ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിലോ? പീഡിപ്പിക്കില്ലേ? അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണൂടാ. കേശവ, അവൻ ഇവിടെ തന്നെ കാണൂടാ. ഇത് ഞാൻ എവിടെ കേട്ട പോലെ ഉണ്ടാ. എവിടെ കേട്ട പോലെ തന്നെ ഉണ്ടാ. പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. ആരാ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ എവിടെയോ കേട്ടിട്ടുണ്ട് ഞാനിത്. നിനക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. ഇത് എവിടെയോ കേട്ടിട്ടുള്ള പോലെ ഇല്ലേ?
നിന്നോട് ചോദിക്കുന്നേ. എടാ നീ എവിടെയോ കേട്ടതാണോ അതോ സ്വന്തമായിട്ട് ആലോചിച്ചാണോ ഇത്? എന്താണ് നീ കാണിക്കുന്നത്? ഞാനെപ്പോഴും ആലോചിച്ചതുപോലെ ഉണ്ടോ? എന്താടാ ഈ പറയുന്നത്? നീയോ? പക്ഷെ എപ്പോഴും ആലോചിച്ച എവിടെ ഇരുന്ന് ആലോചിച്ചൊന്നും ഓർമ്മയില്ല എനിക്ക്. അത് താഴെ വെക്കടാ. നീ ഇപ്പൊ എന്തിനാ അതെടുത്തേ? അത് താഴെ വെക്ക്. താഴെ വെക്കടാ അത്. ഇവനാടാ നമ്മളെല്ലാരും കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവൻ എങ്ങനെ നമ്മളെ കൊല്ലാൻ പറ്റുന്നത്? എടാ എന്റെ സ്വപ്നത്തിൽ ഞാൻ എന്താണോ കണ്ടേ അത് തന്നെ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. നീ അത് ആദ്യം താഴെ വെക്കടാ. താഴെ വെക്ക, എന്നിട്ട് സംസാരിക്കാം നമുക്ക്. എന്റെ സ്വപ്നത്തിൽ വന്ന് ഈ വീട്ടിൽ രക്ഷപ്പെടാൻ എന്തോ വഴിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒന്ന് നോക്കുമ്പോ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. 100% എനിക്ക് ഉറപ്പാ ഇവൻ തന്നെ എല്ലാരും കൊല്ലുന്നേ. അവൻ എങ്ങനെ കൊല്ലാൻ എങ്ങനെ കൊല്ലാൻ പറ്റുക? അവൻ കൊന്നിട്ടുണ്ടാവില്ലടാ. നമ്മുടെ സുന്ദരനെ അരുണിനെയും എല്ലാരും കൊന്ന ഇവനാ. അവർ രണ്ടുപേരും ചാമ്പോ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എനിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റുന്ന? അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോടാ. പിന്നെ എങ്ങനെ അവന് കൊല്ലാൻ പറ്റും? എടാ ഇവിടെ നടക്കുന്നൊന്നും ശരിയല്ല, ഒന്നും നോർമൽ അല്ല. നീയാണ് കൊല ചെയ്തോണ്ടിരിക്കുന്നതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞു തരട്ടെ നിനക്ക്. നീ സ്വന്തമായിട്ട് എഴുതിയതാണ് ആലോചിച്ചാന്ന് പറഞ്ഞില്ലേ നീ? അത് മാത്രം മതി നീ ആ കൊല ചെയ്തെന്ന് തെളിയിക്കാൻ. നീ ഓരോ സമയത്ത് ഓരോരുത്തർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ അരുണ പറഞ്ഞു, ഇപ്പൊ എന്നെ കുറ്റം. നിനക്കല്ലടാ ചെറുപ്പത്തിൽ പ്രാന്ത് വന്ന് നിന്റെ അച്ഛൻ തന്നെ ആശുപത്രിയിലാക്കിയിരുന്നത്. ആ പ്രാന്ത് പോയിട്ടില്ല നിനക്ക്. ഞാൻ കൊന്നിട്ടില്ല, വെറുതെ ഇല്ലാന്ന് പറയില്ല. കൊന്നാലേ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. പറയുന്നത് കേൾക്കണ വേണ്ട രവി. കൊല്ലാന്ന് കരുതിയല്ലടാ. രവി ഞാൻ ആരും കൊന്നിട്ടില്ല. രവി ഒന്ന് ശ്രദ്ധിക്കണേ. രവി ഞാൻ പറയണേ. എടാ 1 മണിക്കൂർ കഴിഞ്ഞടാ. സമയം കഴിഞ്ഞടാ. രവി, എടാ രവി, രവി, രവി. രവി ഇവിടെ. ചത്തവരുടെ ആരുടെയും ബോഡി കാണുന്നില്ല. പക്ഷെ ഇവന്റെ ബോഡി മാത്രം ഇവിടെയുണ്ട്. എന്തോ സംഭവിച്ചടാ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ ഡോസ് ഉണ്ടായിരുന്നടാ. അതെങ്ങനെയാ തീർന്ന്? അപ്പൊ ഇവൻ തന്നെ ആയിരിക്കും ഈ ഡോസ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അവനുണ്ടാവും. അവൻ മിസ്സാവാൻ പാടില്ലടാ. നോക്കടാ, എവിടെയെങ്കിലും ഉണ്ടാവൂടാ. മഹീന്ദ്ര ഇവിടെ ഉണ്ടാ. മഹീന്ദ്ര, മഹീന്ദ്ര, എടാ ഒന്നുമില്ല. എടാ 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 ഒന്നുമില്ല. എടാ എടാ എഴുന്നേക്കടാ, എഴുന്നേക്കടാ, കണ്ണൂർക്ക്. ടെറസിൽ കണ്ടത്. എന്താ ടെറസിൽ കണ്ടത്? ടെറസിൽ കണ്ടത് നിന്റെ വീട്ടിൽ കണ്ടത് തന്നെയാ. എന്റെ വീട്ടിലാ? അതെ, നിന്റെ വീട്ടിൽ കണ്ടത് തന്നെ. മുകളിലേക്ക് ചെല്ലേ. മുകളിലേക്കല്ലേ?
എന്താ മോനെ നീ ചെയ്യുന്നത്? ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവനെ ആർക്കും തന്നെ ഇഷ്ടമല്ല. കാരണം അവൻ ആരുടെ അടുത്തും സംസാരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ പേപ്പറിൽ എഴുതിയ മറുപടി കൊടുക്കാറ്. അവന്റെ മനസ്സിനുള്ളിൽ വേറെ ഒരു ലോകമുണ്ട്. അവൻ വളർന്നു വലുതായി കഴിയുമ്പോ അവൻ ആ ലോകത്തിനകത്തേക്ക് പോകാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അവന് ആ ലോകത്തിനകത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ലോകത്തിനുള്ളിൽ പോകാൻ കഴിയുമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ഒരു വലിയ ഇടിമിന്നലുണ്ടായി. അവൻ പുറത്തു വന്ന് നോക്കിയപ്പോ അവന്റെ ലോകം അവന്റെ കൺമുന്നിലായി തന്നെ അവൻ കണ്ടു. അവൻ തനിച്ച് ആ ലോകത്തിനുള്ളിൽ സന്തോഷത്തോടെ ഇരിക്കായിരുന്നു. ഒരു ദിവസം കുറെ ആളുകൾ ആ ലോകത്തിലേക്ക് കടന്നു വന്നു. അത് പക്ഷെ അവന് ഒട്ടും ഇഷ്ടായില്ല. അവൻ എല്ലാവരെയും അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. ആരായി കഥ പറഞ്ഞത്? ഇത് എനിക്ക് 1 മാസം മുൻപ് സ്വപ്നത്തിൽ വന്നതാ. ഓ, സ്വപ്നം കണ്ടിട്ടാണോ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മോന്റെ മിസ് മോനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു കേട്ടോ. അതെന്ത് ഡയഗ്രാം മോനെ? ഇതാണ് എന്റെ സ്വപ്നത്തിൽ വന്നത്. എന്താടാ ഇതൊക്കെ? എന്റെ സ്വപ്നത്തിൽ വന്നതാ ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഓർമ്മിച്ചു വെക്കാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ ദുസ്വപ്നങ്ങളാ. ഇതൊക്കെ എന്റെ മോൻ മറക്കണം കേട്ടോ. അതായത് ചെറുപ്പത്തിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഇപ്പൊ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുക. ഓ, എന്തൊക്കെയത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യ? കേശവ് കുറച്ചു മുമ്പ് എന്തോ പറഞ്ഞിരുന്നല്ലോ. എന്തോ 2 കാര്യങ്ങളാ പറഞ്ഞത്.
ഒന്ന്, ഈ വീട്ടിലാണ് ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്ന്. 2, നിന്നെ കൊല്ലാൻ വന്നവനെ കൊല്ലുന്നു. ഇപ്പൊ അതിനെന്താ ചെയ്യാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അശോക് വന്നിരുന്നോ അത് വന്നില്ലേ? വന്നെങ്കിൽ തന്നെ എനിക്ക് മാത്രം എന്താ അത് ഓർമ്മയിലേക്ക് വരാത്ത? എടാ 6 പേരെങ്ങനെയാടാ കാറിൽ പോകുന്നത്? ഞാൻ ബൈക്കിൽ വന്നോളാം. നല്ല ഫ്രണ്ട്സ് തന്നെ. മഴ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതൊന്നും സാരമില്ല, കാലത്തെടുക്കാം. അപ്പോ അശോക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? എപ്പോഴാ മിസ്സായത്? അപ്പൊ എല്ലാവരും മുൻപേ തന്നെ മരിച്ചിട്ടുണ്ടാവണം. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഇവിടേക്ക് വീണ്ടും വീണ്ടും വരുവാണോ ഞങ്ങൾ? ಬಾರ್ದಾಗಿತ್ತು. ಫಸ್ಟ್ ಆಫ್ ಆಲ್ ಹಂಗಾರೆ ತಪ್ಪಿಸ್ಕೊಳಕ್ ದಾರಿನೇ ಇಲ್ವಾ? ಮತ್ತೆ ಅಶೋಕ ಮಾತ್ರ ಹೆಂಗ್ ತಪ್ಪಿಸ್ಕೊಂಡ? ಏ ಅಪ್ಪ ಕಣೋ, ನಾನು ಇಲ್ಲ ಅಂತ ಹೇಳ್ಬಿಡು. എനിക്ക് എല്ലാവരും മരിക്കുന്നത് പോലൊരു സ്വപ്നം ഉണ്ടായി. അതിനുശേഷം എന്തോ ഒരു സുഖമില്ല എനിക്ക്. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് പോലെയാ തോന്നണേ. നമുക്ക് തൽക്കാലം ഈ പ്ലാൻ ഒന്ന് ക്യാൻസൽ ചെയ്യാം. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. സ്വപ്നം കണ്ടെന്നോ? ലാസ്റ്റ് മന്ത് ഞാനും ട്രൈ ചെയ്തു. നല്ല ഉറക്കം വരും. 9 മണി വരെ കിടന്നു തുടങ്ങും. നല്ല സ്വപ്നം കാണാം. രാവിലെ 3 മണിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞല്ലേ, അവൻ എഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾ കണ്ടു. രക്തം പിടി കിട്ടുന്നില്ല. ഇത് എനിക്ക് 1 മാസം മുൻപ് സ്വപ്നത്തിൽ വന്നതാ. അപ്പോ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം ഇപ്പൊ യാഥാർത്ഥ്യമാവുന്നതല്ല. ശരിക്കും നടന്ന സംഭവങ്ങള് ചെറുപ്പത്തിൽ സ്വപ്നമായിട്ട് വന്നതാ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും വീണ്ടും വീണ്ടും നടക്കുന്നതല്ല. നമ്മുടെ മെമ്മറീസ് ടൈം ട്രാവൽ ചെയ്ത് ചെറുപ്പത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അന്ന് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയത്. അപ്പോൾ അശോകിന് ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഇങ്ങനൊരു സ്വപ്നം വന്നത്. അതുകൊണ്ട് അവൻ അന്ന് ഡിസ്റ്റർബ്ഡ് ആയത്. അതുകൊണ്ട് അവൻ ഇവിടേക്ക് വന്നില്ല. നമ്മളെല്ലാവരും ഉറപ്പായിട്ട് ഇവിടെ മരിക്കും. അവൻ ചാവാതിരിക്കാൻ ഒരേ ഒരു വഴി ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഒരേ ഒരു ഓപ്ഷൻ ഈ പ്ലാൻ ക്യാൻസൽ ആവാൻ. ഇതാടാ കോള് കട്ട് ചെയ്തല്ലേ? എന്ത് കഷ്ടാന്ന് നോക്കി. മര്യാദയ്ക്ക് ഒരു ഗെയിം കളിക്കാനും സമ്മതിക്കില്ല. പോയെ അരുണേ, കാലത്ത് മുതൽ ഭയങ്കര തലവേദനയാണോ? മരുന്ന് കഴിച്ചു നോക്കി, വിക്സ് കഴിച്ചു നോക്കി, എന്നിട്ട് അങ്ങോട്ട് മാറുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അരുണേ, എടാ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ അച്ഛൻ ഫോൺ ചെയ്തിരുന്നു കുറച്ച് മുമ്പ്.
എന്നിട്ട് അച്ഛൻ പറഞ്ഞു എന്തോ ലാൻഡിന്റെ കാര്യത്തിന് നിന്റെ എന്തോ ഒപ്പീനിയൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് സംസാരിക്കണം. ദയവേത് ഇന്ന് തന്നെ വിളിച്ചോളൂ. എടാ ഇന്നൊന്നും നടക്കില്ലടാ, വേറൊരു ദിവസം നോക്കാന്നേ. എടാ നിനക്ക് കള്ളുകൂടിയാണോ പ്രധാനം അതോ എന്റെ അച്ഛന്റെ കാര്യമാണോ പ്രധാനം? എനിക്ക് കള്ളുകൂടി തന്നെയാ പ്രധാനം. എന്തൊരു വർത്താനമാടാ നിന്റെ. എല്ലാവർക്കും ലെമൺ തന്നെ എടുത്താൽ മതി. 2 അടിക്കാൻ പോകുന്ന സമയത്ത് എന്തിനാണ് ഈ ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തത്? അവന്മാർ എത്ര നേരമായിട്ട് വന്നിരിക്കുക. ഓൾറെഡി മാറ്റാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ, അതുകൊണ്ട് ഒരു ലൈം മാത്രം ഓർഡർ ചെയ്തത്. ഹായ്ഡാ. ഹായ്. എന്തടാ നീ അതാകെ വല്ലാതിരിക്കുന്നേ? എനിക്കിന്നൊരു മൂഡ് തോന്നുന്നില്ലടാ. ഇന്ന് വേണ്ട, നമുക്ക് നാളെ വെള്ളം അടിച്ചാ പോരെ. പിന്നെ നീ ഒന്ന് പോയേ, ഇന്ന് 2 അടിച്ചേ പറ്റുള്ളൂ. ഹലോ, ആ പറയച്ചാ. സുഖമായിട്ടിരിക്കണോ? ഞങ്ങളോട് അടുത്ത് തന്നെയുണ്ട്. ആ ഉണ്ടല്ലോ, അടുത്തുണ്ട്. ഇവിടെ അരുണോ, കേശവന്റെ അച്ഛൻ. ഒന്ന് സംസാരിച്ചേ. അച്ഛാ എന്താ കാര്യം? ആ പറഞ്ഞോ അച്ഛാ. ആ ശരി അച്ഛാ. ആ കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. പിന്നെ വരുന്ന സമയത്തെ കേശവനും കൂടെ കൂട്ടിക്കോ. ഇവന് പ്രാന്ത. അടിക്കാൻ പോകുന്ന സമയത്ത് ജ്യൂസ് ഓർഡർ ചെയ്ത് കുടിക്കുന്ന എന്തിനാ? ഒരാവശ്യമില്ല. എന്താ ഒരു വല്ലായ്മ? ഒരു മൂഡില്ലടാ, എന്തോ ഒരു വയ്യായ പോലെ. നമുക്ക് നാളെ ആക്കിയാലോ? എന്താടാ സംസാരിച്ച? എന്നിട്ട് എന്താ പറഞ്ഞ? വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അർജന്റ് കാര്യമൊന്നും നിന്നെ കൂട്ടി ചെല്ലാൻ പറഞ്ഞു. ഞാനും ചെല്ലണോ? ആന്ന്. പ്ലാൻ ചെയ്തിട്ട് പഠിക്കാൻ അടിക്കാനാ? എടാ അരുണേ, ഞാൻ വന്നാലും എന്തായാലും അടിക്കുന്നില്ല. എന്നാ നമുക്ക് നാളെ നോക്കാന്നേ. സുന്ദർന്ന് വെള്ളം അടിക്കുന്നില്ല എന്ന് പറയുന്നത്, പിന്നെ മഹേന്ദ്രൻ വയ്യാന്നും പറയുന്നു. കേശവൻ വീട്ടിൽ വരുന്നില്ലെന്നും പറയുന്നത് കേട്ടില്ലേ? വെള്ളോടി പരിപാടി നാളെ വെച്ചാ പോരെ. എനിക്കിന്ന് 2 അടിച്ചേ പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും അടിക്കുന്നു. അതിനു മുമ്പായിട്ട് ഇറങ്ങുവാന്നാ പറഞ്ഞിരിക്കുന്നേ. എല്ലായിടത്തും നോക്കി, സുന്ദരനെ കാണുന്നില്ല. അവൻ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? ചെന്ന് നോക്ക്. സുന്ദര, നീ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കൊറേ നേരമായല്ലോ അച്ഛാ. ഞാൻ വന്ന സമയത്ത് അച്ഛൻ നല്ല ഉറക്കമായിരുന്നു. രവിയും കേശവനൊക്കെ എവിടാ? രവി അവന്റെ വീട്ടിലേക്ക് പോയി. അരുൺ കേശവന്റെ വീട്ടിലേക്ക് പോയി. എന്ത് പറ്റി? എന്താ പെട്ടെന്ന്? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ചോദിച്ചോ. ആ കുഴപ്പമൊന്നുമില്ല. ശരി ശരി.